ചേട്ടായി കാണുന്ന പോലല്ല, മുടിഞ്ഞ കനവാ. അല്ല, നിങ്ങൾക്ക് തന്നെ അതിനാ? നീ വാ. വൈകിട്ട് 4:40. ഡിയർ ഡിക്റ്റേറ്റീവ്സ്, ഈ ഫോട്ടോയിൽ കാണുന്ന പയ്യൻ 94-ലെ പഞ്ചായത്ത് പ്രസിഡന്റായ ജോസഫ് സാറിൻ്റെ കൊച്ചുമോനാണ്. ഇന്നലെ രാത്രി മുതൽ ഇവനെ കാണുവാനില്ല. അപ്പോൾ കണ്ടു കിട്ടുന്നവർ ഇവനെ കൊണ്ടുപോയി ജോസഫ് സാറിനെ ഏൽപ്പിക്കുക. എന്തെങ്കിലും റിവാർഡ് തരുന്നതായിരിക്കും. ആ, കോൾ അടിച്ചല്ലോ. ഓ, അവനൊക്കെ ഏതെങ്കിലും കൂട്ടുകാരോട് വരാൻ വലിച്ചിട്ട് കിടപ്പുണ്ടായി. രണ്ടു ദിവസം പോന്നോളൂ. കിട്ടുവാണേ കാണാൻ കൊള്ളുന്ന പെമ്പിളാരെ കിട്ടണം. അതാകുമ്പോൾ അറിയാനുള്ള എണ്ണവും കൂടും, നമുക്ക് റീച്ചും കിട്ടും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. കേട്ട് ഹലോ, എന്നാണ്ട് നിങ്ങളുടെ ചങ്ക് ആ വട്ടം ലാൻഡ് ചെയ്തിട്ടുണ്ടല്ലോ. അത് അറിയാനാ. ചിക്കു ചേട്ടാ, ഞാൻ നിങ്ങളൊന്ന് കാണാതിരിക്കുകയായിരുന്നു. എന്നാടാ? എൻ്റെ വെല്ലുപ്പൻ്റെ പണ്ട് രാജാവ് കൊടുത്തൊരു കൊച്ചു കിണ്ടിയുണ്ട്, അതിപ്പോൾ കാണാനില്ല. സ്വർണ്ണം വല്ലതാണോ? ഏയ്, ചെമ്പ്, പക്ഷെ ആൻറ്റിക് പീസാ. ഇത്രയും പഴക്കമൊന്നും ഞാൻ വീട്ടിൽ പറയുമ്പം കറുതായിക്കോടാ. ആ അതെ, എന്നല്ലേ ഇത് കാണാൻ നോക്കിക്കടാ. ഏയ്, നെല്ലിക്കാക്കുരല്ലേ ചിക്കു ചേട്ടാ. എപ്പോഴാ ഇവിടെ ആ കൂട്ടുകാരാ, ഞാൻ ദേ ചിറ്റപ്പന്റെ വീട്ടിലുണ്ട്. നീ എവിടാ? ഞങ്ങൾ വേണ്ടി കലിങ്ങിൻ്റെ അവിടെ ഉണ്ട്. ആ, അവനും ഉണ്ടോ? ഒരു കാര്യം ചെയ്യും, വൈകിട്ടിങ്ങ് പോര്, ഇവിടെ കൂടാം. അളിയാ, വൈകിട്ടേ നീ ഒരു പരിപാടി ഉണ്ടായിരുന്നു. ആണോ? ഞാൻ ദേ നിങ്ങൾക്ക് ഇച്ചിരി വാറ്റും കുറച്ച് അല്ലറ പരിപാടി സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നൊരു കാര്യം ചെയ്യാം, പിന്നെ ഒരു ദിവസം കൂടാം. അല്ലേ, നമ്മളെ പരിപാടി ഇപ്പോഴത്തേക്കായിരുന്നു. പരിപാടി ഒരു 9-10 ആകുമ്പോ. അപ്പോൾ ആണോ? പിന്നെ നാട്ടിൽ കൊണ്ട് കൂടിയില്ല. പിന്നെ എന്നാ, എന്നൊരു കാര്യം ചെയ്യും, വൈകിട്ടിങ്ങ് പോര്. ഓക്കെ ഓക്കെ. മയിര് വേണ്ടായിരുന്നു. ആ കൊച്ചിട്ടേച്ച് പോയെന്ന് പറഞ്ഞുകൊണ്ട് ആ വയനാട്ടിലോട്ട് പോയതാ. പിന്നെ ഇതുവരെ വിളിച്ചിട്ടുമില്ല, തുളിച്ചിട്ടുമില്ല. ഡേയ്, നീ മാറ്റടിച്ചിട്ടുണ്ടോ? ഞാൻ അടിച്ചു. നമ്മളെന്നാളെ പോകുന്നു, മാറ്റടിക്കുന്നു, അവനുമായിട്ട് ഉച്ചപ്പണക്ക് എല്ലാം മാറ്റുന്നു. എങ്ങോട്ടാ? ഏതായാലും ഇന്ന് ഉറക്കമില്ല. എന്നാ പിന്നെ വീട്ടിൽ പോയി ഉറങ്ങിയേച്ച് ഒന്ന് കുളിച്ചേച്ചും പോ. അത് പോയിട്ട് എടാ, പിന്നെ അവരോട് ആ പെണ്ണിനെ കുറിച്ച് ചോദിക്കാൻ നിൽക്കല്ലോ. ആ, അവനല്ലേ അവിടെ? ഒന്നുകൂടെ കുത്തിക്കേ. ആ, കൂട്ടുകാരാ,
എത്ര നാളാണ് പൊന്നു മോനെ നിന്നെ കണ്ടിട്ട്. എന്നാടാ കറപ്പും കറപ്പൊക്കെ മലക്കുവാണോ നീ? നീ എനിക്കിട്ട് കുണയ്ക്കാതെ അകത്ത് കയറി. ഡേടേ അതിർത്തി കമത്താതെ പണി കിട്ടും. വേണ്ട. ചെക്കിങ്ങിൽ പെടാതെ ഇവിടെ കൊണ്ടെത്തിക്കാൻ പെട്ട പാടെൻ്റെ പൊന്നളിയാ. അല്ല ഇങ്ങനെ ഇരുന്നാൽ മതിയോ? ഒരു വിളിക്കട്ടെ. അല്ല നിനക്കിത് ഹറാമല്ലേ? അല്ല ഇന്ന് വേണേ കുറച്ച് നോക്കാം. പിടി. അഴക് നോക്കാതെ എടുത്ത അടികളാ. ഡേയ് അതൊക്കെ ഒറ്റ വലി അത്രേ ഉള്ളൂ. ഗുഡ് ബോയ്. ഒരു സാധനം എടുക്കാൻ പറഞ്ഞു. ഞാൻ ഇപ്പൊ കൊണ്ടുവരാം. നോക്കുന്നേ. വെട്ടിയിറച്ചി നോക്കി എടുത്ത് അടിയിടേ. കഴിക്കാലോ അല്ലേ? കള്ളു കുടിക്കുക. നീ കഴിച്ചോട കൂട്ടാ. ചത്ത എല്ലാ ശവം നീ ആരും വെറുതെ കാണിക്കാതെ എടുത്ത് കഴിക്കാന്നു. എന്നാലും എൻ്റെ ചിക്കു നീ ഇത്രയ്ക്ക് മെച്ചൂടായ? സംഭവം എങ്ങനെയുണ്ട്? ഇച്ചിരി കുരുമുളകോട് വെതറായിരുന്നു. കൊള്ളാം. ഇച്ചിരി കൂടെ വേവായിരുന്നു. അതൊക്കെ അവിടെ നിൽക്കട്ടെ. നിൻ്റെയൊക്കെ പരിപാടി എങ്ങനെ പോകുന്നു? ഇവൻ ബിസിയല്ലേ? കിണ്ടി, മൊന്ത, പട്ടി, പൂച്ച, പിന്നെ ഇടയ്ക്ക് കുറച്ച് കിറുക്കന്മാര്. നീയൊക്കെ നോക്കിയോ, ഒരു കാലത്ത് കേരളം അറിയപ്പെടുന്ന ഏറ്റവും വലിയ കിട്ടിയാക്കി ഞാൻ. അപ്പോഴത്തെ തന്നെ പറയണം. അല്ല നിന്റെ സിനിമ അവിടെ തന്നെ ഏടിയായിട്ട് കുറെ നോക്കിയടാ. പക്ഷെ കണക്ഷൻ ഇല്ലാണ്ട് ഒരു പരിപാടി നടക്കത്തില്ല. പിന്നെ കുറച്ച് ഷോർട്ട് ഫിലിംസിൻ്റെ സ്ക്രിപ്റ്റ് കയ്യിരിപ്പുണ്ട്. അത് വെച്ച് എന്തെങ്കിലും എന്നാ നിനക്കൊരു ഷോർട്ട് ഫിലിം എടുത്തൂടെ? എനിക്ക് കയ്യിൽ വല്ലതും വേണ്ടടാ. നല്ല വല്ല കഥയാണ് ഞാൻ എടുക്കാടാ. അങ്ങനെയാണെങ്കിൽ ഞാനൊരു കഥ ഷോർട്ടാക്കി പറയാം. കുറച്ച് ഡാർക്കാ. അതായത് ഇന്നത്തെ നാളത്തേക്ക് അവിടെ നിൽക്കട്ടെ. നീ കഥ പറ, എന്നിട്ട് ഞങ്ങൾ പറയാം. നമ്മുടെ കഥ നടക്കുന്നത് കുറച്ച് പണ്ട് ഒരു നാട്ടിൻപുറത്താണ്. അവിടെ പാവപ്പെട്ട ഒരു കടക്കാരനായ ജോയിയുടെ 2 പെൺമക്കൾക്ക് ശേഷം ഉണ്ടായ ജോസ്മോനാണ് കഥയിൽ. ജോസ്മോനെ പറ്റി പറയുവാണ്, അവൻ സ്കൂളിലും കോളേജിലും പഠിത്തത്തിലും എല്ലാം മിടുക്കനായ പാവം പണി. കാണാനും സുമുഖൻ, പഠിക്കാനും മതി. അങ്ങനെ ജോസ്മോൻ വളർന്ന് 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 വലുതാവുന്നതാണ് അവന്റെ ആരാധികമാർ കൂടി 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 കൂടി. പക്ഷെ കൗമാരത്തിലേക്ക് കടക്കുമ്പോൾ ജോസ്മോന് മനസ്സിലായി
അവൻ്റെ ഇൻട്രസ്റ്റ് പെണ്ണുങ്ങളോടായി. ഇതറിഞ്ഞ അവന് വിശ്വാസമുള്ളവരുടെ അടുത്തും എല്ലാവരുടെ അടുത്തും അവൻ പറയാൻ പറ്റും. പ്രതീക്ഷകരിൽ നിന്നും ഒന്നും അവൻ ആട്ടും തുപ്പും തരികയല്ല. അങ്ങനെ മനം നൊന്ത് അവൻ സമൂഹത്തിനോടുള്ള പ്രതികാരമായി അവന്റെ അച്ഛൻ ഉപയോഗിച്ച ആ ഇറച്ചി വെട്ടുന്ന കത്തിയെടുത്ത് തട്ടിലേക്ക് കയറ്റി അവന്റെ സാമാനം അങ്ങനെ അവൻ ചോര വാർന്ന് 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 തെറ്റി. അയ്യേ, ഈ ഊമ്പി അതൊക്കെ ഞാൻ പൈസ മുടക്കത്തില്ല. ഇതിനുമ്പോ തന്നെ കേസാ. എടാ, അത് നിങ്ങൾക്ക് കണക്ട് ആകാത്തോണ്ടാ. ഇപ്പൊ ഇതാണ് ട്രെൻഡ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമ്മളിനി ഓരോന്നും കൂടി അടിക്കുന്നു. പണ്ട് കോളേജിൽ കളിച്ച് ഡാൻസും കളിക്കുന്നു. ഏത്? എൻ്റെ നമ്മൾ കോളേജ് ചെയ്തപ്പോഴേ മുഞ്ചി പോയിട്ട് വേണ്ട. ആ, വേണ്ട, മാർക്ക് പോയി. അടുക്കളയിലെങ്ങാനും പോയി ഇരിക്കടാ. ഒപ്പുഷ് പോയിട്ട് വരാം. അതിന്റെ പാട്ട് ഇത് കണ്ടോ? നോക്കാൻ എടാ, ഇത് അവന്റെ. എടാ അത് തന്നെ അവന്റെ എക്സ്. എടാ ഇന്നലെ മകളെ കാണാനില്ല, ഇന്നാണ് ലാൻഡ് ചെയ്ത്. മൊത്തത്തിൽ കൂട്ടുവയ്ക്കുമ്പോൾ എന്തോ ദുരൂഹത ഇല്ലേ? അവളെ ഇനി അവൻ എന്തെങ്കിലും ചെയ്തോ? എടാ പറയാൻ പറ്റത്തില്ല. ആ വട്ടന്റെ കാര്യ ചിലപ്പോ അവളെ തട്ടി അത് നമ്മളെ കൂടെ ഇടിച്ചാണെങ്കിലോ. ഓ, അപ്പൊ നമ്മളെങ്ങാനും വിടുവോ? എടാ നീ അവനെ എങ്ങനെയായിരുന്നു പിടിച്ചേർത്ത് അപ്പോഴത്തേക്ക് ഇവിടെ നൂറാളെ വഴി എങ്ങനെയായിരുന്നു ഞാൻ ഒപ്പിക്കാം. അതെ, ഓക്കെ എന്നാ രണ്ടുപേരും കുശി കുശിക്കുന്നേ? ഞങ്ങളിങ്ങനെ ആ ബാ. ആ ബാ ബാന്ന് നീ അവിടെ പോയിരുന്നേ. നമുക്ക് രണ്ട് ആപ്പിളൊക്കെ തിന്നിരിക്കാം. ഇരിക്കി. നിനക്കെന്നാ ഓരോന്നും കൂടി ഒഴിക്കട്ടെ? വേണ്ട, അവനോട് വന്നിട്ട് അടിക്കാം. എന്നാ ഇറച്ചി കഴി. വേണ്ട, വേണ്ടെങ്കിൽ വേണ്ട. നീയും സ്നേഹ ഇപ്പൊ എങ്ങനെ? നിനക്കറിയാലോ ഞാൻ അവളെ എത്രമാത്രം സ്നേഹിച്ചിരുന്നു. എന്നിട്ട് ആ UK-കാരൻ കോമാളിനെ കണ്ടപ്പം അവളെ ഇടിച്ചു പോയില്ലേ? അല്ലെങ്കിൽ ഇപ്പോഴത്തെ പെണ്ണുങ്ങൾക്കൊന്നും ട്രൂ ലവ് പറഞ്ഞിട്ടില്ലടാ. പക്ഷേ രണ്ടിനിട്ടും ഞാൻ നല്ല
നിനക്കെന്താ എങ്ങനെങ്കിലും ഒന്ന് ഊരിപ്പോരാന്ന് വിചാരിച്ചപ്പോ അതിന്റെ അടക്കുറക്കി എടാ ഞാനെന്ത് എല്ലാം പറ്റിക്കാനുള്ള ഭാഗ്യം ബോധം പോയിട്ടേ ഉള്ളൂ. പിടിക്കണം. ആ ലൈറ്റ് ഒടിഞ്ഞ കനം ലൈറ്റ് നേരം ഉച്ചവിടെ എന്നതാ ഓ ദേണ്ട് വട്ടന്റെ വക അടുത്ത വള്ളി നീ കണ്ടോടെ. പേടിക്കണ്ട കേട്ടോ മോളെ, ചേട്ടക്കൊന്നും പറ്റിട്ടില്ല കേട്ടോ. ഇവിടെ നിന്ന് ഇറങ്ങട്ടെ, പിന്നെ ഞാൻ ഫോണിച്ച് തരാം. ഈ പൊന്നേട്ടൊന്ന് വേഗം കഴിക്കും. നീ തട്ടിക്കണോ മുമ്പേ? എൻ്റെ സ്നേഹം അവള് മനസ്സിലാക്കാനാടാ. ഇനി നീ പുറലോകം കാണത്തില്ലടാ, സൈക്കോ തെണ്ടി. പെങ്ങളെ നിങ്ങളെ പേടിക്കണ്ട, നിങ്ങൾ എന്നെ രജിസ്റ്ററില്ലേ. താങ്ക് യു പൊക്കോ. ഇപ്പോഴും നീ എൻ്റെ ആരെല്ലാമാണ്, നിനക്കങ്ങനെ അല്ലെങ്കിലും. സ്നേഹി കണ്ടോ, ആ കഥകിന് പോലും ഇഷ്ടമില്ല നീ ഇവിടുന്ന് പോകുന്നത്. ടോണി, നീ ചുമ്മാ കളിക്കല്ലേ, തന്നെ. അല്ലേലും നിന്റെ എന്നാ കൊണ്ടാണ് ഇരിക്കുന്നത്? ഓഹോ, അപ്പൊ എന്തേലും ഉണ്ടായിരുന്നെങ്കിൽ നീ എന്നെ സ്നേഹിക്കുമായിരുന്നല്ലേ ഇടി. എന്നാ നീ കേട്ടോ, ഞാൻ ആ കിഴങ്ങനെക്കാളും റിച്ചാ. ഈ വർഷത്തെ ഓണം ബമ്പർ അടിച്ചിരിക്കുന്നേ എനിക്കാ 25 കോടി. നോക്ക്. ഉള്ളതാടാ. എന്നിട്ട് നീ എന്നെ ഞങ്ങളോട് പറയാന്? അത് പിന്നെ ചോദിക്കാനും പറയാനും ആരും ഇല്ലെങ്കിൽ കാശ് പോകുന്ന വഴി അറിയത്തില്ല. ചോദിക്കാനും പറയുന്ന ആളില്ലെന്ന് ആര് പറഞ്ഞു? ഉണ്ടോ? പിന്നല്ലാതെ. ഓ, ഒന്ന് നിർത്തുവോ റൊമാൻസിന്റെ ഇടയ്ക്ക്? ബാ മോളെ, നമുക്കങ്ങ് മാറി നിൽക്കാം. ഇത് ഇവളുടെ UK കാരനല്ലേ? നമസ്കാരം, എൻ്റെ പേര് ബെർണാഡ്. എൻ്റെ വ്ലോഗും കണ്ട് എന്നെ ഇഷ്ടമില്ലാത്ത ചില നാറികൾ പള്ളിപ്പെരുന്നാളിൻ്റെ അന്ന് വീട്ടുപരിസരത്ത് ആരുമില്ലെന്ന് കണ്ട് എൻ്റെ അനിയൻ റോക്കിയെ തൂക്കി. കൊണ്ടുപോയത് ഏതവനാണേലും മര്യാദയ്ക്ക് തിരിച്ചു കൊണ്ടുവന്നണം. അറിയാലോ ഈ ബെർണാഡിനെ. ഈ യുദ്ധം കഴിഞ്ഞ് ഞാനങ്ങ് ഇറങ്ങും മറ്റൊരു യുദ്ധത്തിന്. ഈ വീഡിയോയ്ക്ക് ശേഷം അവൻ്റെ ഒരു ഫോട്ടോയും ഡീറ്റെയിൽസ് ഞാൻ ഇടും. അപ്പൊ ശരി ഗായ്സ്. ഇപ്പൊ കിട്ടും. നിന്റെ അനിയനെ തട്ടുകയും ചെയ്ത് അകത്താക്കുകയും ചെയ്ത് പൊട്ടി പോലുമില്ല. വാട്ട് യു മീൻ? ചത്ത് എല്ലാ ശവം നീ അതും വെറുതെ എടുത്ത് കഴിക്കാന്ന്.
വിടടാ എന്റെ അടുത്ത് അതിനെ. വീട് വേണം. അല്ല നിനക്ക് പട്ടിയല്ലേ ആറാമുള്ളൂ, പട്ടി ഇറച്ചിയല്ലല്ലോ. മുതയോടി മോനെ. കൊന്നുവിടാ നീ അവനെ. ചേട്ടായി ഇതുകൊണ്ടൊക്കെ അടിച്ചാ എങ്ങനാ? എടാ പണി അറിയാവുന്ന എനിക്ക് പോലും വേണ്ട. അതൊക്കെ പണി അറിയാവുന്നവർക്ക്. ഇത് തന്നെയാണോടാ നായിന്റെ അതേട്ടെ അത് തന്നെ, അവൻ തന്നെ. ആരെങ്കിലും വരുന്നു പഠിക്കണേ. പ്പെടുകയും മനുഷ്യാൽ പുകഴ്ത്തപ്പെടുകയും ചെയ്യുന്ന കർത്താവേ, നിന്റെ തിരുനാമത്തെ വാഴ്ത്തുവാനും നിന്റെ മഹത്വത്തെ പ്രകീർത്തിക്കുവാനുമായി മരിച്ചവരെ നീ ഉയർപ്പിക്കണമേ. ചേട്ടായി ചേട്ടായി നീ പട്ടിയുടെ കാര്യം നോക്കുക. അതിന് നിങ്ങൾ വെച്ചാൽ എന്നെ കൊണ്ടിട്ട് പോലും ഇല്ല. ആ അപ്പോൾ ഒരു ഒച്ചേട്ടാ. ആ ശരി, ഞാനും കേട്ടു. നിങ്ങൾ ഇത് ഒന്ന് പിടിച്ചടാ മോനെ. ചേട്ടായി ആ ഒച്ച കേട്ട് പട്ടി അറ്റാക്ക് വന്നിട്ടെന്നാ തോന്നുന്നേ. പട്ടി എങ്ങനെയത്തു? ചേട്ടായിയുടെ വെടികൊണ്ട്. നീ പോയി ചാക്കി കയറ്റേ. മണി മേക്സ് പവർ, പവർ മാനിപ്പുലേറ്റ്സ് എവരിത്തിങ്.